മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ കത്രികളൊക്കെ ഇങ്ങനെ ബീഡ്സും സ്റ്റോൺസും സീക്വൻസൊക്കെ ഉള്ള തുണികളൊക്കെ കട്ട് ചെയ്ത് എല്ലാം ചീത്തയായി പോകുന്നു. അപ്പോൾ അതൊക്കെ ശരിയാക്കാൻ കൊടുത്ത സമയത്ത് ഞാൻ ഉപയോഗിച്ച 2 കത്രികളാണ് കേട്ടോ ഇത്. അപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ എടുക്കാറില്ല, നല്ല വെയിറ്റാണ് ആ കത്രികയ്ക്ക്. അപ്പം ശരിയാക്കി കൊണ്ടുവന്നതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മൂർച്ചിടിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൽ നന്നായിട്ട് നട്ടൊക്കെ ടൈറ്റ് ചെയ്ത് ഓയിലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി കൊണ്ടുവന്നിരിക്കുവാണ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ കേട്ടോ. ഒരു 2-3 ദിവസമൊക്കെ സമയം പിടിക്കും. അപ്പോൾ അതുവരെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത് കട്ട് ചെയ്ത കത്രി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എപ്പോഴും ഞാൻ അതാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഇതും അടുത്തത് ഇപ്പോൾ എടുക്കുന്നതും ഞാൻ മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്യാനിരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന കത്രികളാണ്. അപ്പോൾ എല്ലാം നല്ല സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് തുണിയിലും കൂടെ കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 3 കത്രികളാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. മറ്റേ ഇത് രണ്ടും ഞാൻ പണ്ട് കുറേ വർഷങ്ങൾ ഞാൻ ഉപയോഗിച്ചിരുന്ന കത്രികളാണ്. ഇപ്പോഴും നല്ല മൂർച്ചയാണ് കേട്ടോ, പക്ഷേ നല്ല വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ഒരുപാട് കട്ടിയുള്ള ഒത്തിരി ലെയർ ഇട്ടിട്ടുള്ള തുണികളൊക്കെ കട്ട് ചെയ്യാൻ നല്ലതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ വെട്ടുന്ന കത്രികയാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കത്രിക. അപ്പം നന്നായിട്ട് തന്നെ മുറിയുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളായതായിരുന്നു മൂർച്ചയൊക്കെ കുറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഈ സ്റ്റോണുള്ള തുണികളൊക്കെ കട്ട് ചെയ്തപ്പോൾ ഉള്ളതും കൂടി പോയി കിട്ടി. ഇപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു സമാധാനമായത് കേട്ടോ. 2 ദിവസം കൊണ്ട് കട്ട് ചെയ്യാൻ തന്നെ ഒരു മൂഡില്ലാതിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ് കേട്ടോ.